നമസ്കാരം. മൈ ആസ്ട്രോവിന്നിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷപ്രകാരം ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതികള് ചില രാശികൾക്ക് വലിയ നേട്ടങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. കരിയർ മുതൽ സാമ്പത്തിക മേഖല വരെ എല്ലായിടത്തും പോസിറ്റിവിറ്റി ഉയർന്നാണ് കാണിക്കുന്നത്. ഡിസംബറിൽ ഭാഗ്യമുള്ള രാശികളെയാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ കൂടി പരിശോധിക്കാൻ പോകുന്നത്. ഈ എന്താ പറയുക, 2025 അവസാന ഭാഗ്യ പരീക്ഷണം ഒക്കെ പറയുന്ന കേൾക്കാറില്ലേ? അതേപോലെ ഒരു ഭാഗ്യ പരീക്ഷണവുമായിട്ടാണ് ഈ എന്താ പറയാ നമ്മുടെ 2025 ഡിസംബർ അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന രാശിക്കാർക്ക് ഇതുവഴി ഒരു എന്താ പറയാ ഭാഗ്യ പരിപൂർണ മാസമായിട്ടാണ് മാറുന്നത്. നമുക്ക് ഇനി ഒരു വിശദമായ പരിശോധനയിലേക്ക് തന്നെ കടക്കാം. മിഥുനം, തുലാം, ചിങ്ങം, കുംഭം, മീനം ഈ രാശികളും ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരുമാണ് ഈ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്നത്. ആദ്യം മിഥുനം രാശിക്കാർക്ക് ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിലുണ്ടല്ലോ, എന്താ പറയാ, അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ, സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ പുതിയ കരാറുകളൊക്കെ ലഭിക്കാനും നഷ്ടപ്പെട്ട ഫണ്ടുകളൊക്കെ വീണ്ടെടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കൂടാതെ വ്യക്തിഗത ബന്ധങ്ങളൊക്കെ കൂടുതൽ ആത്മാർത്ഥതയൊക്കെ നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് തുലാം രാശി. ഡിസംബറിൽ തുലാം രാശിക്കാർക്ക് ഭാഗ്യം അനുകൂലമായിട്ടാണ് കാണിക്കുന്നത്. വിദേശയാത്ര, ജോലി, പഠനം എന്നിവയിലൊക്കെ ലാഭകരമായ അവസരങ്ങളാണ് ലഭിക്കുക. ദാമ്പത്യ ബന്ധങ്ങളിൽ നോക്കുകയാണെങ്കിൽ സമ്മർദ്ദം കുറയുകയും പ്രണയബന്ധങ്ങളൊക്കെ കൂടുതൽ ശക്തിയും അഭിവൃദ്ധിയൊക്കെ നേടാനുള്ള ഒരു സാഹചര്യം തന്നെ കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയും ശക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. നിക്ഷേപങ്ങളിൽ നല്ല ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. അടുത്തത് ചിങ്ങം രാശി. ഡിസംബർ മാസം ചിങ്ങം രാശിക്കാർക്ക് ബഹുമാനവും പുരോഗതിയും നിറഞ്ഞൊരു കാലയളവായിട്ടാണ് കാണിക്കുന്നത്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രതിച്ഛായ ശക്തമായിട്ട് ഉയർന്നു കാണിക്കും. വലിയ ഒരു പദ്ധതി അല്ലെങ്കിൽ ഉത്തരവാദിത്വമൊക്കെ നിങ്ങൾക്ക് ചുമതലപ്പെടുത്താനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. ഏറെക്കാലമായിട്ട് മുടങ്ങിയിരുന്ന ജോലികളൊക്കെ പൂർത്തീകരിക്കാനും കൂടാതെ കുടുംബത്തിൽ നിന്നൊക്കെ സന്തോഷകരമായ വാർത്തകളൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാർക്ക് പുതിയ തുടക്കങ്ങൾക്ക് അനുയോജ്യമായ ഒരു കാലയളവായിരിക്കും വരാൻ പോകുന്നത്. സൃഷ്ടിപരമായ ശ്രമങ്ങളിലെ വിജയം ലഭിക്കാനും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിരതയും വരുമാന വർധനവിന്റെ സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കും. കൂടാതെ ഒരു യാത്രാ ലാഭം അല്ലെങ്കിൽ പുതിയ അംഗീകാരമൊക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് സമ്മർദ്ദമൊക്കെ കുറയാനും ആരോഗ്യം മെച്ചപ്പെടാനും അവരുടെ കരിയർ പുതിയ ദിശയിൽ പുരോഗമിക്കാനും ഒക്കെ സാധിക്കും. ജോലിയിലെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുയോജ്യമായ സമയമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബ ഐക്യവും പ്രണയ ജീവിതത്തിലെ സന്തോഷവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.